കിഡീസ് വേൾഡ്. ഇന്ന് നമ്മൾ പരിസര പഠനത്തിലെ യൂണിറ്റ് 2 ഇലകൾക്ക് മുണ്ട് പറയാൻ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. 1. ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏത്? ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏത്? ഹരിതകം. ഏതാണ് ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തു? ഹരിതകം. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് പ്രകാശ സംശ്ലേഷണം, അതായത് ഫോട്ടോസിന്തസിസ്. ഓക്കെ, അപ്പൊ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? പ്രകാശ സംശ്ലേഷണം. 3. രാമച്ചത്തിന്റെ വേരുപടലം ഏത് വിഭാഗത്തിൽ പെടുന്നു? രാമച്ചത്തിന്റെ വേരുപടലം ഏത് വിഭാഗത്തിൽ പെടുന്നു? നാരുവേരുപടലം. ഓക്കെ, നാരുവേരുപടലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാര് പോലെ ഇതുപോലെ നാര് പോലെയൊക്കെ ഉണ്ടാവും, അതാണ് നാരുവേരുപടലം. ഓക്കെ, സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഏത്? സസ്യങ്ങളുടെ അടുക്കള, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും. അതെ, യെസ്, ഇലയാണ് സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത്. ഇലയുടെ ഉപരിതലത്തിൽ കാണുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ എന്താണ്? ഓക്കെ, ഇലയുടെ ഉപരിതലത്തിൽ കാണുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ എന്താണ്? ആസ്യരന്ധ്രങ്ങൾ. ഓക്കെ, ഇലയിലെ സിരകൾ സമാന്തരമായി വിന്യസിച്ചിരിക്കുന്നതിനെ എന്താണ് പറയുന്നത്? സമാന്തര സിരാവിന്യാസം. ഓക്കെ, സമാന്തര സിരാവിന്യാസം. തെങ്ങ്, വാഴ, നെല്ല് ഈ സസ്യങ്ങളാണ് സമാന്തര സിരാവിന്യാസത്തിന് ഉദാഹരണം. അപ്പൊ ഉദാഹരണം ചോദിക്കും, സമാന്തര സിരാവിന്യാസം. അപ്പൊ എന്തൊക്കെ പറയും? തെങ്ങ്, വാഴ, നെല്ല്, അതൊക്കെയാണ് സമാന്തര സിരാവിന്യാസം. ഇതിന്റെ ഉദാഹരണങ്ങൾ: ഇലയിലെ സിരകൾ വല പോലെ വിന്യസിച്ചിരിക്കുന്നതിന് എന്തു പേരിൽ അറിയപ്പെടുന്നു? ജാലിക സിരാവിന്യാസം. ഇലയിലെ സിരകൾ വല പോലെ വിന്യസിച്ചിരിക്കുന്നത് എന്തു പേരിൽ അറിയപ്പെടുന്നു? ജാലിക സിരാവിന്യാസം. പ്ലാവ്, മാവ്, ആൽ, അതൊക്കെയാണ് ഇതിന്റെ ഉദാഹരണങ്ങൾ കേട്ടോ. അപ്പൊ ഉദാഹരണം ചോദിക്കുമ്പോൾ പ്ലാവ്, മാവ്, ആൽ. ഇലയിലെ സിരകൾ വല പോലെ വിന്യസിച്ചിരിക്കുന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ജാലിക സിരാവിന്യാസം. സസ്യകാണ്ഡത്തിൽ നിന്നു വളരുന്ന തായ്വേരു, അതിൽ നിന്നുണ്ടാകുന്ന ശാഖവേരുകളുമുള്ള വേരുപടലമാണ് തായ്വേരുപടലം. ഓക്കെ, സസ്യകാണ്ഡത്തിൽ നിന്ന് വളരുന്ന തായ്വേരു, അതിൽ നിന്നുണ്ടാക്കുന്ന ശാഖവേരുകളും ഉള്ള വേരുപടലമാണ് തായ്വേരുപടലം. ഇതാണ് തായ്വേരുപടലം, അതായത് സസ്യകാണ്ഡത്തിൽ നിന്ന് വളരുന്ന തായ്വേരുപടലം, അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു വേരാണ് ശാഖവേര്, ഇതാണ് തായ്വേരുപടലം. അതിൻ്റെ എക്സാമ്പിളാണ് മാവ്, പ്ലാവ്, തുമ്പ. അതൊക്കെ നിങ്ങൾക്ക് തുളസി അതൊക്കെ പറിച്ചൊക്കെ നിങ്ങൾക്ക് കാണാം, തായ്വേരുപടലാണ്. കാണ്ഡത്തിന്റെ അടിഭാഗത്ത് എല്ലാ ദിശകളിലേക്കും നാരുകൾ പോലെ വേരുകൾ ഉള്ളതിനെ പറയുന്നത് നാരുവേരുപടലം. എന്താണ് നാരുവേരുപടലം? കാണ്ഡത്തിന്റെ അടിഭാഗത്ത് എല്ലാ ദിശയിലേക്കും നാരുപോലെ വേരുകൾ പോണേന് പറയുന്ന പേര് നാരുവേരുപടലം. എന്താ നാരുവേരുപടലത്തിന്റെ ഇതിന് കുറെ നാരുകൾ പോകുന്നുണ്ടോ? ഇതിന് കുറെ നാരുകൾ പോകുന്നുണ്ടോ? ഇതാണ് നാരുവേരുപടലം. കാണ്ഡത്തിൽ നിന്നെന്താ അടിഭാഗത്തുള്ളത് ശരിക്കും എല്ലാത്തിലും പോകണുണ്ടോ നാരുകൾ? തന്നെ നാരുവേരുപടലം കേട്ടോ. നാരുവേരുപടലത്തിന്റെ ഉദാഹരണങ്ങൾ ചോദിക്കുമ്പോൾ പുല്ല്, അതായത് പുല്ലുകള്, തെങ്ങ്,
തെങ്ങ്, നെല്ല് ഇതൊക്കെയാണ് ഉദാഹരണം. പുല്ല്, തെങ്ങ്, നെല്ല് ഇതൊക്കെയാണ് ഉദാഹരണം. ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളെ എന്തു വിളിക്കുന്നു? ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളെ നമ്മൾ എന്ത് വിളിക്കും? സംഭരണ വേരുകൾ. അതായത് സംഭരണ വേരുകൾ. ഇതിനൊക്കെ ഉദാഹരണങ്ങൾ മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോ അറിയില്ലേ, പിന്നെ ക്യാരറ്റ്, മരച്ചീനി, ശതാവരി ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ. ഓക്കെ, അപ്പോൾ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളെ എന്ത് വിളിക്കുന്നു നമ്മൾ? സംഭരണ വേരുകൾ. ഇവയ്ക്ക് ഉദാഹരണം മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, മരച്ചീനി, ശതാവരി. വിത്തിനുള്ളിൽ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഏതിലാ? ഏകബീജപത്രങ്ങൾ. അതാണ് ഏകബീജപത്രങ്ങൾ. അപ്പോൾ വിത്തിനുള്ളിൽ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഏകബീജപത്രങ്ങൾ. ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? അരി, ഗോതമ്പ്, നെല്ല്. ഓക്കെ, അപ്പൊ അരി, ഗോതമ്പ്, നെല്ല്. വിത്തിനുള്ളിൽ രണ്ട് ബീജപത്രങ്ങൾ ഉള്ള സസ്യങ്ങൾ അറിയപ്പെടുന്നത് ദ്വിബീജപത്രങ്ങൾ. അപ്പോൾ വിത്തിനുള്ളിൽ 2 ബീജപത്രങ്ങൾ ഉള്ള സസ്യങ്ങൾ അറിയപ്പെടുന്നത് ദ്വിബീജപത്രങ്ങൾ. അപ്പോൾ ഒരെണ്ണം ഉള്ളെങ്കിൽ ഏകബീജപത്രം, 2 ഉണ്ടെങ്കിൽ ദ്വിബീജപത്രങ്ങൾ. അപ്പോൾ ഒരു ബീജപത്രത്തിന് ഉദാഹരണങ്ങൾ അരി, ഗോതമ്പ്, നെല്ല്. ഓക്കെ, 2 ഉദാഹരണം മാവ്, പ്ലാവ്, പുളി. ഓക്കെ, അപ്പോൾ ഉദാഹരണങ്ങൾ ഏതിനൊക്കെ? 2 മാവ്, പ്ലാവ്, പുളി. വിത്ത് മുളയ്ക്കുമ്പോൾ ബീജകവചം പൊട്ടി ആദ്യം പുറത്തു വരുന്നത് ഏത് ഭാഗമായിരിക്കും? ബീജമൂലം. അപ്പോൾ വിത്ത് മുളയ്ക്കുമ്പോൾ ബീജകവചം പൊട്ടി ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം. ബീജമൂലത്തിന് ശേഷം മുളച്ചു വരുന്നത് ഏതാണ്? ബീജശീർഷം. അപ്പൊ ഇതെന്തായി മാറുന്നു? കാണ്ഡമായി മാറുന്നു. ഇത് കാണ്ഡമായി മാറുന്നു കേട്ടോ. അപ്പൊ ബീജമൂലത്തിന് ശേഷം മുളച്ചു വരുന്നത് ബീജശീർഷം. ഇതെന്തായി മാറുന്നു? കാണ്ഡമായി മാറുന്നു. വേരുകളില്ലാത്ത ഒരു സസ്യം സാൽമീനിയ. ഏതാണ്? സാൽമീനിയ. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെ? വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെ? ബീജപത്രത്തിൽ. എവിടെയാണ്? ബീജപത്രത്തിലാണ് കേട്ടോ. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ബീജപത്രത്തിൽ. സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയത് ആര്? സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയത് ആര്? ജെ.സി. ബോസ്. അതായത് ജെ.സി. ബോസ്. ഇപ്പോൾ സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയത് ആര്? ജെ.സി. ബോസ്. വേരിന്റെ ഏതു ദിശയിലാണ് കാണ്ഡം വളരുന്നത്? വേരിന്റെ ഏതു ദിശയിലാണ് കാണ്ഡം വളരുന്നത്? എതിർ ദിശയിലാണ്. അപ്പോൾ വേരിന്റെ ഏതു ദിശയിലാണ് കാണ്ഡം വളരുന്നത്? എതിർ ദിശയിലാണ്. ഇതാണ് നിങ്ങൾക്കറിയാലോ, കാണ്ഡപ്പുകൾ മുകളിലേക്ക് വളരും, വേരോ താഴത്തേക്ക് വളരും. അതുകൊണ്ടാണ് വേര് താഴത്തേക്കും കാണ്ഡം മുകളിലേക്ക്. അതുകൊണ്ടാണ് വേരിന്റെ എതിർ ദിശയിലാണ് കാണ്ഡം വളരുന്നത്. അപ്പോൾ വേരിന്റെ ഏത് ദിശയിലാണ് കാണ്ഡം വളരുന്നത്? വേരിന്റെ ഏത് ദിശയിലാണ് കാണ്ഡം വളരാ? എതിർ ദിശയിലാണ് കാണ്ഡം വളരാ. ഓക്കെ. ചെടി വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങുന്നത് എന്തുകൊണ്ട്? ചെടി വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങുന്നത് എന്തുകൊണ്ട്? വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം
ബീജപത്രത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് കൊണ്ട്. ഇപ്പോൾ ചെടി വളരുന്നതനുസരിച്ച് ബീജപത്രം ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം ബീജപത്രത്തിൽ നിന്ന് സ്വീകരിക്കുന്നതുകൊണ്ട്. അപ്പൊ ബീജപത്രമാണ് ആഹാരം കൊടുക്കുന്നത്. അപ്പോഴാണ് അത് ചുരുങ്ങി വരിക. ഓക്കെ, നെക്സ്റ്റ്. നാലുവേര് പടലമുള്ള സസ്യങ്ങളുടെ പ്രത്യേകതകൾ. വിത്തിൽ ഒരു ബീജപത്രമേ ഉണ്ടാകുള്ളൂ. അതായത് വിത്തിൽ ഒരു ബീജപത്രം, അതായത് ഏക ബീജപത്രം ഉണ്ടാകും. ഇലകളിൽ സമാന്തര ശിരാവിന്യാസമായിരിക്കും. ഇലകളിൽ ഇതാണ് സമാന്തര ശിരാവിന്യാസം. ഇങ്ങനത്തേനൊക്കെയാണ് സമാന്തര ശിരാവിന്യാസം എന്ന് പറയാം. ഇതുപോലെയുള്ള ഇലകളെയാണ് ജാലിക ശിരാവിന്യാസം എന്ന് പറയാം. അപ്പോൾ ഇലകളിൽ സമാന്തര ശിരാവിന്യാസമായിരിക്കും. കാണ്ഡത്തിന്റെ ഉൾഭാഗത്തിന് കട്ടി കുറവായിരിക്കും. അപ്പൊ കാണ്ഡത്തിന്റെ ഉൾഭാഗത്തിന് കട്ടി കുറവായിരിക്കും. അപ്പോൾ നാലുവേര് പടലമുള്ള സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വിത്തിൽ ഏകബീജപത്രമേ ഉണ്ടാവുള്ളൂ. ഇലകളിൽ സമാന്തര ശിരാവിന്യാസമായിരിക്കും. പിന്നെ കാണ്ഡത്തിന്റെ ഉൾഭാഗത്തിന് കട്ടി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ തായ്വേര് പടലമുള്ള സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. വിത്തിൽ ദ്വിബീജപത്രം, അതായത് രണ്ട് ബീജപത്രമേ ഉണ്ടാകുള്ളൂ. ദ്വിബീജപത്രമേ ഉണ്ടാകുള്ളൂ. ഇലകളിൽ സമാന്തര എന്നില്ലേ നാലിൽ, അപ്പോൾ ഇതിലോ തായിലോ ജാലിക ശിരാവിന്യാസമായിരിക്കും. കാണ്ഡത്തിന്റെ ഉൾഭാഗത്ത് കട്ടി കൂടുതലായിരിക്കും. ഇപ്പോൾ മാവ്, പ്ലാവ് ഇതൊക്കെ നിങ്ങൾ അറിയില്ലേ, അതിനൊക്കെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ തായ്വേര് പടലമുള്ള സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വിത്തിൽ ദ്വിബീജപത്രം ഉണ്ടാകും. ഇലകളിൽ ജാലിക ശിരാവിന്യാസമായിരിക്കും. കാണ്ഡത്തിന്റെ ഉൾഭാഗത്ത് കട്ടി കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഏറ്റവും വലിയ പുഷ്പം ഏതാണ്? ഏറ്റവും വലിയ പുഷ്പം ഏതാണ്? റഫ്ലേഷ്യ. ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ. അപ്പൊ നെല്ല് ഏത് പടലമാണ്? നെല്ല് ഏത് പടല? നാലുവേര് പടലം. നെല്ലില് ഏത് പടലാണ്? ഇതുപോലെ നാലുവേര് പടലമായിരിക്കും. ചെമ്പരത്തി, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പൂവാണ് ചെമ്പരത്തി. അത് ഏത് വേരാണ്? തായ്വേര് പടലമായിരിക്കും. ആൽമരോ, അതും തായ്വേര് പടലം. തെങ്ങ് നാലുവേര് പടലം. അപ്പോൾ ഒന്നുകൂടി പറയാം. നെല്ല് ഏത് പടലാണ്? നാലുവേര് പടലം. നെല്ല് നാലുവേര് പടലം. ചെമ്പരത്തി തായ്വേര് പടലം. ചെമ്പരത്തി ഏതാണ്? തായ്വേര് പടലം. പിന്നെ ആൽമരം അറിയില്ലേ? ആൽമരം ഏത് പടലാണ്? തായ്വേര് പടലമാണ്. പിന്നെ തെങ്ങ് ഏത് പടലമാണ്? നാലുവേര് പടലം. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കൂ. അപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ കാണാം. നിങ്ങൾക്കിത് അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് പതിയൂ. സോ ഇതിൻ്റെ 3ാം യൂണിറ്റുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെയും ടാറ്റാ.